ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഈ പുതിയ ബിസിനസ് ഉള്ള പണം ഞാൻ വാങ്ങാൻ പോകുന്നതേ പ്രകാശന്റെ കയ്യിൽ നിന്നാ. എന്റെ കയ്യിൽ നിന്നോ? നിനക്കെന്താ വട്ടുപിടിച്ചോ? എന്റെ കയ്യിൽ എവിടുന്നാടാ പണം? എവിടുന്നാന്നോ? പ്രകാശേട്ടാ, വെറുതെ തമാശ കളിക്കാൻ നിക്കല്ലേ. അവളോടൊപ്പം ഇവൻ ജീവിക്കാൻ ഈ ലോകത്തൊരിടത്തും ഈ കുറിപ്പ് സമ്മതിക്കില്ല. ജഗ, കുറച്ചു മുമ്പ് പാർട്ട്ണർഷിപ്പില് ഒരു ബിസിനസ് തുടങ്ങുന്നു പറഞ്ഞു. അതാരുമായിട്ടാണെന്നും എങ്ങനെയാണെന്നൊന്നും ജഗൻ പറഞ്ഞു കേട്ടില്ല. അത് പറഞ്ഞ ചിലപ്പോ വന്നെനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. ജഗൻ എന്റെ ഭർത്താവാണ്. അപ്പൊ ആരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ എന്ത് ബിസിനസ് ചെയ്യുന്നു എന്ന് എനിക്കറിയണം. ഞാൻ എന്റെ ബിസിനസ്സിൽ പാർട്ട്ണറാക്കിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ തന്നെയാ. തൽക്കാലം വന്നെനിക്ക് അതറിഞ്ഞാ പോരെ? പോരാ. ആരാണ് എന്താണെന്ന് എനിക്കറിയണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. അത് മറ്റാരുമല്ല, വിക്രമാണ്. ജഗനന്ത് തമാശ പറയണോ? തമാശയല്ല, സത്യം. ജന്മം നൽകിയ അച്ഛൻ വരെ എന്നെ തള്ളി പറഞ്ഞപ്പോ വിക്രം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. റോഡരികിൽ കുത്തേറ്റ് കിടന്നപ്പോഴും എന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പറഞ്ഞ വിക്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജഗ, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. വന്ദനെ, ഈ വീട്ടിലെ മുഴുവൻ ചെലവുകളും നോക്കേണ്ട ബാധ്യത ഇപ്പൊ എനിക്കാ. ഒരു ജോലിയും കൂലിയില്ലാതെ ഞാനത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? എന്ത് കാര്യവും നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആകെ വഴിമുട്ടി നിന്ന സമയത്താണ് ഇങ്ങനെയൊരു ഓഫർ വന്നത്. ജഗ, അയാൾ ഒന്നന്തര ക്രിമിനലാണ്. വർഷയെ കാണാതായതിന്റെ പിന്നിലും ഇയാൾ തന്നെയാണ്. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വന്ദന പറഞ്ഞതുപോലെ വർഷയെ അപകടപ്പെടുത്തിയത് അയാളായിരുന്നുവെങ്കിൽ വർഷയെ തിരക്കി അയാൾ ഇങ്ങനെയൊരു ഭ്രാന്തനെ പോലെ അലയുമായിരുന്നോ? ജഗ, നമുക്ക് അയാളുമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. ജഗൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ശരി, ഞാൻ അതിന് സമ്മതിക്കാം. അയാളുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും ഞാൻ ഒഴിവാക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു വരുമാനം കൃത്യമായിട്ട് വരണം. നിനക്കൊരു വരുമാനം വരട്ടെ. ഞാൻ അയാളുമായിട്ടുള്ള എല്ലാ ബിസിനസ്സും അവസാനിപ്പിക്കാം. വന്ദനെ, എനിക്കും നിനക്കും എത്ര നാൾ വേണമെങ്കിലും പട്ടിണി കിടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ദീമോളെ പട്ടിണിക്കിടാൻ ഞാൻ തയ്യാറില്ല. ജഗ, ഞാനൊന്ന് കുളിക്കട്ടെ, നല്ല ക്ഷീണം. എന്റെ അനുജിത്തിയെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിന്റെ അവിശുദ്ധ ബന്ധങ്ങളും പണക്കൊടുപ്പും നിന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോരുന്നുള്ള നിന്റെ അഹങ്കാര ചിരിയല്ലേ നിന്റെ ഈ മുഖത്ത്? അത് കറുക്കുന്ന നാളുകൾ അടുത്തു. ഇനി നിന്റെ ചുവടുകളും പിഴയ്ക്കും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കാണ് വിക്രം.
ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ വെറുതെ പ്രകോപിപ്പിച്ച എന്നിലെ മൃഗത്തെ പുറത്തു കൊണ്ടുവരരുത്. അപ്പോ ഞാൻ തൊട്ടും പ്രതീക്ഷയില്ല. പ്രകാശേട്ടാ, ഞാൻ വന്നപ്പോ പ്രകാശേട്ടൻ ഇവിടെ ഇല്ല. ഏട്ടത്തി പറഞ്ഞു ഉടനെ എത്തുമെന്ന്. അപ്പോ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുവായിരുന്നു. നീ മനോജിന് ചായ കൊടുത്തോ? ചായ ഒക്കെ കുടിച്ചു. ഇനി നൈറ്റ് ഫുഡും കൂടെ കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. സുമിത്രേ, എനിക്കൊരു ചായ എടുക്ക്. എടാ, ഇതാ ഞാൻ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ബിസിനസ് പ്രോജക്റ്റ്. $30 ലക്ഷം രൂപയോ മുതൽ മുടക്ക്? ഇതെവിടുന്ന് സംഘടിപ്പിക്കാനാ? ഏട്ടൻ എന്താ ചോദിച്ചേ? ഇതെങ്ങനെ സംഘടിപ്പിക്കുമെന്നോ? എന്റെ ഈ പുതിയ ബിസിനസ് ഉള്ള പണം ഞാൻ വാങ്ങാൻ പോകുന്നതേ പ്രകാശേട്ടന്റെ കയ്യിൽ നിന്നാ. എന്റെ കയ്യിൽ നിന്നോ? നിനക്കെന്താ വട്ടുപിടിച്ചോ? എന്റെ കയ്യിൽ എവിടുന്നാടാ പണം? എവിടുന്നാന്നോ? പ്രകാശേട്ടാ, വെറുതെ തമാശ കളിക്കാൻ നിക്കല്ലേ. എന്റെ ഈ ബിസിനസ് പ്രോജക്റ്റിനുള്ള 30 ലക്ഷം രൂപ പ്രകാശേട്ടൻ ഈ പുതിയ വീട് പണയം വെച്ച് തരണം. 30 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരണോ? അതിന് വെച്ച വെള്ളേ മോനങ്ങ് ഇറക്കി വെച്ചേക്ക്. ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിരിക്കും. എന്നെ കൊന്നാലും ശരി, ഞാൻ നിനക്ക് 5 പൈസ തരില്ലടാ. എന്നാ കേട്ടോ, നിങ്ങളെ കൊന്നിട്ടാണേലും ശരി, ഞാൻ ഈ പൈസ വാങ്ങിയിരിക്കും. രാത്രി വഴിയിലൊക്കെ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് വെറുതെ കോമഡി പറഞ്ഞു നിൽക്കാതെ മോൻ വേഗം വീട് പിടിക്കാൻ നോക്ക്. ചെല്ല്. ശരി ഏട്ടാ, ഏട്ടന്റെ ഉപദേശം കേട്ടേ ഞാനങ്ങ് മടങ്ങുവാ. ഇനി ഈ പണം ചോദിച്ചേ ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. ചോദിക്കാനുള്ളവര് വന്ന് ചോദിച്ചോളും. കരുണാകരക്കുറുപ്പേ, പുള്ളിക്കാരനാവുമ്പോ ഈ തെരുവ് നായ്ക്കളൊന്നും പേടിയില്ലല്ലോ. പറ്റുമെങ്കിൽ ഞാൻ ഈ രാത്രി തന്നെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. മനോജേ, നീ പിണങ്ങി പോകാത്തറ. ഏട്ടന്റെ കയ്യിലെ ഇപ്പൊ തരാൻ പൈസ ഇല്ല എന്ന് വെച്ച് പൈസ തരില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് കുറച്ച് സമയം താ. അതിനു മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും പോം വഴി കണ്ടെത്താം. അങ്ങനെ വഴിക്കുവാ? ഇത് നിങ്ങളുടെ ഉടായ്പൊന്നും അല്ലല്ലോ? അല്ല, സത്യം. ശരി, ഞാൻ ഒരാഴ്ച സമയം തരാം. അത് കഴിഞ്ഞ ഇനി പണം ചോദിച്ചു വരുന്നത് മനോജായിരിക്കില്ല, കരുണാകരക്കുറുപ്പായിരിക്കും. എന്നാ ഞാൻ പോട്ടെ. അപ്പോ രാത്രി യാത്രയില്ല. ശരി ഏട്ടാ. മാനത്തെ കൊട്ടാ